ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോവാൻ കേട്ടോ. ഡിഗ്രിക്ക് എൻ്റെ ഒപ്പം പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും കുട്ടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരും ഡെലിവറിയും കല്യാണം എല്ലാം സെയിം ആയിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നായിരുന്നു അവളുടെ കല്യാണം. ഇവൻ ഡെലിവറി പോലും സെയിം ആയിരുന്നു കേട്ടോ. അവളുടെ ഫസ്റ്റ് ആയിരുന്നെങ്കിൽ ആ മന്ത് ലാസ്റ്റാണ് എൻ്റെ ഡെലിവറി ഡേറ്റും. ഹോസ്പിറ്റലും ഡോക്ടറും എല്ലാം സെയിം ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് വല്ലാത്തൊരു ഒത്തൊരുമയായി പോയിട്ടോ. അവസാനം ഞങ്ങൾ തീരുമാനിച്ചത് ലുലുവിലേക്ക് പോകാനാണ്. കുറേ പ്ലാനുകൾക്ക് ശേഷമാണ് ലുലു എത്തിച്ചേർന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കും അവൾക്കും വരാൻ ഏറ്റവും എളുപ്പം ലുലു ആണ് കേട്ടോ. ലുലുവിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എന്താ അതേ കുറേ ഓഫറുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അവർ ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം കറങ്ങി. പിന്നെ കുഴപ്പമില്ല, ലുലു ആയതുകൊണ്ട് നമുക്ക് ബോറടിക്കാമില്ലല്ലോ, ഇഷ്ടംപോലെ കടകളൊക്കെയാണല്ലോ. പിന്നെ ഐദൂര് ഇതുപോലൊരു ഉന്തുവണ്ടി വാങ്ങി കേട്ടോ. മീൻസ് ലുലുവിൽ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് കൊണ്ടു നടക്കാൻ. ആള് അതിലിരിക്കോ ഇല്ലയെന്ന് അറിയില്ല. അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അതിലൊക്കെ ഇരുത്തി അവനെയും കൊണ്ട് കറക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുലു ഹൈപ്പറിലേക്ക് പോയിട്ടോ. ലുലു ഹൈപ്പറിൽ ചെന്നപ്പോൾ എന്താ ദീപാവലി ആവാറായില്ലേ, അതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ സ്വീറ്റ്സ് മാത്രമല്ല പടക്കമുണ്ട്. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്താ ഡ്രസ്സ് കാണുമ്പോൾ കുറേ നേരം ഞാൻ അത് നോക്കിയെന്ന് എൻ്റെ സമയം കളയും. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഡ്രസ്സ് കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടമായിരിക്കും. പിന്നെ നമ്മൾ നേരെ പോയത് ടോയ്സിൻ്റെ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇപ്പോഴാണ് ഈ വഴിയൊക്കെ സമാധാനപരമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ വഴി നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. കാരണം അറിയാലോ, ദാ ഒക്കത്തിരിക്കണം മുതൽ. പിള്ളേരൊക്കെ അല്ലേ, വലുതായി കഴിയുമ്പോൾ അത് വേണം ഇത് വേണം അറിയാലോ. പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ അവൻ്റെ വാപ്പീനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാന്നാണ് വിചാരം. ബോണ്ടൊക്കെ തന്നെയാണ്. അങ്ങനെ അവൻ്റെ സ്നേഹപ്രകടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവരെത്തി. കുറച്ചധികം ലേറ്റായി. ഇവൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുവിൻ്റെ മുകളിലേക്കാണ്. ചിക്കിങ്ങിൻ്റെ പ്രമോഷൻ കാരണം 2 ബലൂൺ ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ നിങ്ങൾ രണ്ടുപേരും ബലൂൺ കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കേണ്ട. പിന്നെ ഞങ്ങൾ കുറച്ച് വർത്താനം പറയുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ.